നെക്സ്റ്റ് കോളം അപ്ഫ്ലോ പെർക്കുലേഷൻ ടെസ്റ്റ് ആണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് കോളം അപ്ഫ്ലോ പെർക്കുലേഷൻ ടെസ്റ്റ് മോഡ്യൂൾ 1. ഇറ്റ് ക്യാൻ ബി എൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്നൊക്കെ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡയഗ്രം നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്ന ഡയഗ്രം. ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ചേമ്പർ കാണാം. അതിനകത്ത് സോയിൽ ഫിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് മെറ്റീരിയലിന്റെ ആണോ ടെസ്റ്റ് ചെയ്യേണ്ടത്, അതായത് മണ്ണിന്റെ ആണ് പരിശോധിക്കേണ്ടതെന്നുണ്ടെങ്കിൽ മണ്ണ് വെച്ച് ഫിൽ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിന്റെ ആണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് കൊണ്ട് അതിനെ ഫിൽ ചെയ്യുക. മുകളിലും താഴെയും ഫിൽറ്റർ പേപ്പർ കാണാം. ഇതൊരു ട്യൂബ് ആണ്. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 5 to 6 സെന്റിമീറ്റർ ഡയമീറ്റേഴ്സ് ആയിരിക്കും. ആൻഡ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 30 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു പെരിസ്റ്റാൾട്ടിക് പമ്പ് കാണാം. ആ പമ്പ് ഉപയോഗിച്ച് നമ്മൾ എന്താണ് ലീഷേറ്റ് അല്ലെങ്കിൽ എഫ്ലുവന്റ് നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് പാസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുകളിൽ നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ, ഒരു നിശ്ചിത റേറ്റിലായിരിക്കും നമ്മളിത് പമ്പ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ പമ്പ് ചെയ്യുന്ന എഫ്ലുവന്റിന് ഒരു കോൺസെൻട്രേഷനും ഉണ്ടായിരിക്കും, അതിനൊരു റേഷ്യോ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ആദ്യം ടെസ്റ്റ് സെറ്റപ്പിനെ കുറിച്ച് പറയാം. ടെസ്റ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കോളം ഉണ്ടായിരിക്കും. ഹൈറ്റ് ഏകദേശം 4:1 ആയിരിക്കും ഹൈറ്റ് ടു ഡയമീറ്റർ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 5:1. അതായത് ഒരു 30 സെന്റിമീറ്റർ ഹൈറ്റ് ആണെങ്കിൽ 6 സെന്റിമീറ്റർ ഡയമീറ്റർ ആയിരിക്കും കോമൺലി കണ്ടുവരുന്നത്. നമ്മൾ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഉപയോഗിച്ച് ആ സിലിണ്ടറിനെ മൊത്തമായിട്ട് അങ്ങോട്ട് പാക്ക് ചെയ്യും. ഹോമോജീനിയസ് ആയിരിക്കണം. പിന്നെ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വെരി ലെസ് ദാൻ 4 millimeters ആയിരിക്കണം. ആൻഡ് ഇതിനെ നന്നായി സാച്ചുറേറ്റ് ചെയ്യണം. അതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ കളയണം. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിനെ സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്യാവിറ്റീസിലുള്ള എയർ ബബിൾസ് ഒക്കെ റിമൂവ് ആവും. അതിനുശേഷം വേണം നമ്മൾ ടെസ്റ്റ് പെർഫോം ചെയ്യാനായിട്ട്. ആദ്യം തന്നെ അപ്ഫ്ലോ പെർക്കുലേഷൻ നമ്മൾ കൊടുക്കണം. ഒരു പെരിസ്റ്റാൾട്ടിക് പമ്പ് ഉപയോഗിച്ച് നമ്മൾ ലീഷൻഡ്, യൂഷ്വലി ഡിസ്റ്റൻഡ് വാട്ടർ അല്ലെങ്കിൽ സിന്തറ്റിക് റെയിൻ വാട്ടർ ആണ് ബോട്ടം ഓഫ് ദ കോളത്തിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പമ്പ് ചെയ്ത് അയക്കും. ഓക്കെ, ഒരു നിശ്ചിത റേറ്റിലായിരിക്കും നമ്മളത് ട്രാവൽ ചെയ്യിപ്പിക്കുന്നത്. അതായത് ഒരു 12 milliliters per hour. അതായത് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഒരു 12 ml ഇവിടെ കളക്ട് ചെയ്യാൻ പാടും. ഓക്കെ, ഒരു മണിക്കൂറിൽ 12 ml എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ ട്രാവൽ ചെയ്യിപ്പിക്കുന്നത് അപ്ഫ്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. പിന്നെ നമ്മൾ ഫ്രാക്ഷൻ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഫ്രാക്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് സോയിലിനൊപ്പം തന്നെ നമ്മൾ ലീഷേറ്റും കൂടെ ഇതിനകത്ത് ഫിക്സ് ചെയ്യണം. ഓക്കെ, എത്ര പെർസെന്റേജ് ലീഷേറ്റ് വേണം എന്നുള്ളത് അതിന് നമ്മൾ ലിക്വിഡ് ടു സോളിഡ് റേഷ്യോ നമ്മൾ പറയും. കഴിഞ്ഞ പ്രീവിയസ് ടെസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഞാനൊരു 10 ലിറ്റർ ലീഷേറ്റ് എടുക്കുകയാണെങ്കിൽ 1 കിലോഗ്രാം സാമ്പിൾ. അപ്പൊ ഇപ്പോ 10:1 റേഷ്യോയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 10 ലിറ്റർ വെള്ളവും 10 ലിറ്റർ ലീഷേറ്റും പിന്നെ 1 കിലോഗ്രാം സാമ്പിൾ. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് 5 ലിറ്റർ വെള്ളവും 1 കിലോഗ്രാം സാമ്പിൾ, അല്ലെങ്കിൽ അത് 4 ലിറ്റർ വെള്ളവും 1 കിലോഗ്രാം സാമ്പിൾ. അങ്ങനെ ഒരു മിശ്രിതമായിരിക്കും ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. അതിലേക്കായിരിക്കും നമ്മൾ വെള്ളം ട്രാവൽ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആ സ്റ്റെപ്പ് നോക്കാം. സോ ഫ്രാക്ഷൻ കളക്ഷൻ നമ്മൾ പെർക്കുലേഷനെ കുറിച്ച് പറഞ്ഞു. ഈ റേറ്റിലാണ് എങ്ങനെയാണ് പെർക്കുലേറ്റ് ചെയ്യുന്നത്, ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് പെർക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി നമ്മൾ ലിക്വിഡ് ടു സോളിഡ് റേഷ്യോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഫ്രാക്ഷൻസ് ലിക്വിഡ് ടു സോളിഡ് റേഷ്യോസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 0.1, 0.2, 0.5, 1, 2, 5, 10 liters per kilogram. ഓക്കെ, ഇങ്ങനെ നമ്മൾ അതായത് 0.1 ലിറ്റർ മുതൽ 10 liters per kilogram വരെ നമുക്ക് ലീഷേറ്റ് ആഡ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ സാമ്പിൾ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഒരു 48 മണിക്കൂർ ഇതിനെ അങ്ങനെ തന്നെ വെച്ചിരിക്കും കെമിക്കൽ സ്റ്റെബിലൈസേഷൻ ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് നമ്മൾ പെർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് ഈ സോയിൽ എടുത്തു കഴിഞ്ഞാൽ ആ സോയിലിനൊപ്പം തന്നെ അതിനകത്ത് ലീഷേറ്റും ഉണ്ടായിരിക്കും. ആ ലീഷേറ്റിന്റെ കണ്ടന്റ് വേറെ വേറെ ആയിട്ട് നമുക്ക് എടുക്കാം. ആദ്യം വേണമെങ്കിൽ 0.1 liters എടുക്കാം, പിന്നെ 1 liters എടുക്കാം, പിന്നെ 10 liters വരെ നമുക്ക് അങ്ങനെ വേരിയിപ്പിക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഡിസ്റ്റൽഡ് വാട്ടർ ഇതിലൂടെ പമ്പ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യും ഒരു പെർട്ടിക്കുലർ റേറ്റിൽ. ആ റേറ്റ് എത്രയാണെന്ന് പറഞ്ഞു, 12 liters per hour. 12 milliliters per hour ആണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. 12 ml per hour. അപ്പൊ ആ റേറ്റിൽ നമ്മൾ ഇതിനെ ട്രാവൽ ചെയ്തതിനു ശേഷം ഈ കളക്ട് ചെയ്യുന്ന എലിവേറ്റിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടെ നിന്ന് ഇതിന്റെ അകത്ത് കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കോൺസെൻട്രേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ഗ്രാഫ് എന്തുമായിട്ട് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ടു സോളിഡ് റേഷ്യോസ് വേഴ്സസ് കോൺസെൻട്രേഷൻ, കളക്ട് ചെയ്തിരിക്കുന്ന കണ്ടാമിനന്റ് കോൺസെൻട്രേഷൻ. പല ലിക്വിഡ് ടു സോളിഡ് കോൺസെൻട്രേഷൻസിൽ എത്രമാത്രമാണ് കണ്ടാമിനൻസ് കളക്റ്റഡ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫൈൻ.